നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് രാവിലെ എണീക്കുന്ന സമയത്ത് വലതുവശം തിരിഞ്ഞിട്ട് എണീക്കണം എന്നാണ് പണ്ടുള്ളവർ പറയാം. അതേപോലെ തന്നെ ചെയ്യുന്നവരായിരിക്കും, അതേക്കുറിച്ച് അറിവുള്ളവർ ഭൂരിഭാഗം പേരും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് വലതുവശം തിരിഞ്ഞിട്ട് എണീക്കണം എന്ന് പറയാറുള്ളത്? ഇപ്പോൾ കുട്ടികൾ തന്നെ, ചെറിയ കുട്ടികൾ അനാവശ്യമായിട്ടുള്ള ഒരു വാശിയൊക്കെ പിടിക്കുകയാണ്, അതായത് പതിവില്ലാത്ത രീതിയിൽ രാവിലെ എണീറ്റിട്ട് വാശിയൊക്കെ പിടിക്കുകയാണെങ്കിൽ അമ്മമാരൊക്കെ പറയണത് കേൾക്കാം, ഇന്നെന്താ ഇടതുവശം തിരിഞ്ഞിട്ടാണോ എണീറ്റ് എന്നുള്ളത്. അത് പറയുന്നത് വലതുവശം തിരിഞ്ഞിട്ട് എണീക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാരണങ്ങളും അതേപോലെ തന്നെ ശാസ്ത്രീയപരമായിട്ടുള്ള കാരണങ്ങളും, ഇത് രണ്ടും അറിയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ടും കൂടെ തോന്നൂലോ. അല്ലെങ്കിൽ വിശ്വാസം മാത്രം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചിലർ പറയും അത് അന്ധവിശ്വാസമാണെന്ന്. ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾ കൂടെ പറയുകയാണെങ്കിൽ അത് ബോധ്യമാവും, പറയുന്നത് ശരിയാണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അതോടൊപ്പം തന്നെ ഒരു ഭക്ത ചോദിച്ച ഒരു കാര്യമാണ് കേട്ടോ. അതായത് ആ കുട്ടിയുടെ വീട്ടിലെ അവരുടെ ഭർതൃഗൃഹത്തിലാണ്. അവിടെ അമ്മയ്ക്ക് ഈ കുട്ടീനെ തീരെ ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ അതിനെങ്ങനെ കുത്തി നോവിപ്പിക്കുക, മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കുക. അത് വഴക്കിട്ട് ബഹളം വെച്ചിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ശബ്ദങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ നമുക്കറിയാം പല രീതിയിൽ മാനസികമായിട്ട് മനുഷ്യർക്ക് ബുദ്ധിമുട്ടിക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. അപ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാക്കുന്നു എന്നൊന്നും ആരും ചിന്തിക്കില്ല. അപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിലാണെങ്കിലോ പുറമേക്ക് നല്ല സ്നേഹമാണ്. അതായത് അയൽപ്പക്കങ്ങളിലൊക്കെ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ്, മോളെ നിന്ന് വിളിച്ചിട്ടാണ്, ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വളരെ സ്നേഹത്തിലാണ് പെരുമാറുക. പക്ഷെ ആരും ഇല്ലാത്ത സമയത്ത് ആ കുട്ടിയെ ഇങ്ങനെ കുത്തി നോവിപ്പിക്കുക, വിഷമിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ആ കുട്ടി ചോദിച്ച ഒരു കാര്യം, ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് പാപം ഉണ്ടാകില്ലേ? അവർക്ക് ഗുരുവായൂരപ്പൻ അതിനുള്ള ശിക്ഷ കൊടുക്കില്ലേ? അത്ര അധികം വിഷമങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവിക്കുന്നവർ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് പലർക്കും, അതായത് പരസ്യമായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലാതെ ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇത് അമ്മ മകളെ ഉപദ്രവിക്കുക, വിഷമിപ്പിക്കുക എന്ന് മാത്രമല്ല കേട്ടോ, തിരിച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കും. പലതരത്തിലുള്ള ബന്ധങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടായിരിക്കും. പല പ്രായത്തിലുള്ളവരെ, പല സ്ഥാനത്തുള്ളവരെ, അങ്ങനെ എല്ലാവരും ദുഃഖങ്ങൾ ഈ രീതിയിൽ, അതായത് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ ശിക്ഷ ഭഗവാൻ കൊടുക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതേക്കുറിച്ചും ഒന്ന് പറയാം കേട്ടോ. അപ്പം ഇതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായിട്ടേ നമുക്ക് അലങ്കാരം പറയണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാന് അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത് മുരളീധരനായിട്ടായിരുന്നു കേട്ടോ. ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ഭഗവാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അലങ്കാരം നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടു തൊഴുതാലോ. മുൻപൊരു ദിവസം ഞാനിങ്ങനെ അലങ്കാരം പറഞ്ഞപ്പോൾ അത് കണ്ണടച്ചുകൊണ്ടിരുന്നിട്ട് അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് കാണാനായിട്ട് സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നമുക്കൊന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന്റെ ആ അലങ്കാരം കണ്ട് തൊഴാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണുകളൊക്കെ അടച്ചോളൂ. നമ്മളെല്ലാവരും നിൽക്കുന്നത് ഭഗവാന്റെ മുന്നിലാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ അകക്കണ്ണുകൊണ്ട്, നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ, ശ്രീലകത്തേക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ശ്രീലകമായിട്ടോ മറ്റൊന്നും ആയിട്ടല്ല തോന്നുക, ഒരു അമ്പാടിയായിട്ടാണ് തോന്നുക. നമ്മൾ ഓരോരുത്തരും ഗോപന്മാരായിട്ടാണ് തോന്നുക. നമുക്ക് മുന്നിൽ ഇതാ ഭഗവാൻ നിൽക്കുന്നു, ചുറ്റും അവിടെ ഓരോ ഗോപികമാരുടെയും ഗൃഹങ്ങളുണ്ട്, അവിടെ പശുക്കുട്ടികളുണ്ട്, അമ്മ പശു ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ഓടി ചാടി നടന്ന് കളിക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയാണ് അവിടെ ഉള്ളത്. പക്ഷികൾ, മൃഗങ്ങൾ എല്ലാവരും കാതോർത്തിരിക്കുകയാണ് ഭഗവാന്റെ ആ ഒരു വേണുനാദം കേൾക്കാനായിട്ട്. ഞാനും കൂടെ കണ്ണടച്ചാലാണ് എനിക്കും അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് സാധിക്കാം കേട്ടോ. അതുകൊണ്ടാണ് കണ്ണടച്ചിരിക്കുന്നത്. അപ്പോൾ ആരും കണ്ണുകളൊന്നും തുറക്കണ്ട, അങ്ങനെ കാതോർത്തിരുന്നോളൂ. ഭഗവാൻ അതാ, ഭഗവാന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. കാരണം എല്ലാവരും തയ്യാറായി നിൽക്കുകയാണല്ലോ ഭഗവാന്റെ വേണുനാദം കേൾക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഭഗവാന്. അപ്പോൾ പതിയെ ആ ഓടക്കുഴലെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് ഭഗവാൻ വേണുഗാനം പൊഴിക്കാനായിട്ട് പോകുകയാണ്. എന്ത് മനോഹരമായിട്ടുള്ള സുന്ദര രൂപത്തിലാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നത്. നന്നായി തന്നെ യശോദാമ്മ അലങ്കരിച്ചു കൊടുത്തിട്ടുണ്ട്. ഭഗവാന് 2 തിരുമുടിമാലകളുണ്ട്, 2 ഉണ്ടമാലകളുണ്ട് കേട്ടോ. രണ്ടും, അതായത് തിരുമുടിമാലകൾ രണ്ടും ഒരേപോലത്തെയാണ്, തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളത്. ഉണ്ടമാലകളും രണ്ടും ഒരേപോലത്തെയാണ്, തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളത്. ഇതിന് നടുക്കാണ് പീലിത്തിരുമുടിയൊക്കെ ആയിട്ട്
സർവാഭരണ വിഭൂഷിതനായിട്ട് പട്ടുകോണൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഉണ്ണി സന്തോഷവാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ വേണുഗാനമൊക്കെ കേൾക്കാനായിട്ട് എല്ലാവരും തയ്യാറായിക്കോളൂ. പതിയെ ഇതാ ഭഗവാനോട് വിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. നമ്മുടെ കാതുകളിലേക്ക് ആ ഗാനത്തിൻ്റെ, ആ മുരളീരവത്തിൻ്റെ അലയൊലികൾ ഇങ്ങനെ പതിയെ പതിയെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തു മനോഹരമായിട്ടാണെന്ന് നോക്കൂ ഭഗവാൻ ഓടക്കുഴൽ വിളിക്കുന്നത്. എത്ര രസമായിട്ടാണ് നമ്മളെല്ലാവരും അതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ആ ഒരു മായാലീലയിലെ എല്ലാവർക്കും മുഴുകി 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 അങ്ങനെ നിൽക്കാനായിട്ട് കഴിയട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാനെ കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേട്ടു എന്ന് തന്നെ കരുതണു. പതിയെ എല്ലാവരും കണ്ണുകളൊക്കെ തുറന്നോളൂ. ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ നിന്ന് പോകാതെ സദാ കാത്ത് സൂക്ഷിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ മുന്നിലെ മനസ്സുകൊണ്ട് ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് എണീക്കുന്ന സമയത്ത്, രാവിലെ എണീക്കുന്ന സമയത്ത് വലതുവശം തിരിഞ്ഞിട്ട് എണീക്കണം എന്ന് പറയണത്, ഇടതുവശം തിരിഞ്ഞിട്ട് എണീക്കരുത് എന്നുള്ളതാണ് അവിടെ പറയണത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. അപ്പോൾ എണീക്കുന്നതിനെ പറ്റി നമുക്ക് പറയണമെങ്കിൽ ആദ്യം കിടക്കുന്നതിനെ പറ്റി പറയണ്ടേ. ഏത് ദിക്കിലേക്ക് ശിരസ് തല വെച്ചിട്ട് വേണം കിടക്കേണ്ടത്? ഒന്നുകിൽ കിഴക്ക് ഭാഗത്തേക്ക് അല്ലെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് എന്നാണ് പറയുക. ഈ രണ്ട് വശങ്ങളിലായിട്ട് വേണം തല വെച്ച് കിടക്കാനായിട്ട്. കാരണം നമ്മുടെ ഭൂമിയിൽ ഒരു കാന്തിക ശക്തിയുണ്ട്, ഒരു കാന്തിക വലയുണ്ട്. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അതിന് അനുകൂലമാകുന്ന, നമ്മുടെ ശരീരത്തിന് അനുകൂലമാകുന്ന രീതിയിൽ വേണം നമ്മൾ കിടക്കാനായിട്ട്. അത് ഈ കിഴക്ക് കിടക്കുമ്പോഴും, കിഴക്കോട്ട് തലവെച്ച് കിടക്കുമ്പോഴും തെക്കോട്ട് തലവെച്ച് കിടക്കുമ്പോഴും ആണെന്നാണ് പറയുക. എന്നാലാണ് ഈ കാന്തിക പ്രവാഹങ്ങളുടെ അതിൻ്റെ ഒരു പരിണിത ഫലം ഉണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ട് വരുള്ളൂ എന്നാണ് ശാസ്ത്രം പറയണത്. അതിന് വളരെ വിശദമായിട്ടൊക്കെ പറയുന്നു കേട്ടോ. അത്രയും വിശദമായിട്ട് പറയാനായിട്ടൊന്നും എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ടാണ് വളരെ ചുരുക്കിയിട്ട്, അതായത് ഭൂമിയിലെ ആ ഒരു കാന്തിക പ്രവാഹത്തിന്റെ ആ ഒരു ഗതിക്ക് അനുസരിച്ച് അതിന് കൃത്യമായിട്ട് കിടക്കേണ്ട രീതികളാണ്. ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ചിട്ട്. എന്നാലാണ് അതിന്റെ അനുകൂല ഫലങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുള്ളൂ. അല്ലാത്ത പക്ഷം അത് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ് പറയുക. അപ്പൊ കിടക്കേണ്ട രീതികൾ പറഞ്ഞു. ഇനി എണീക്കേണ്ട രീതികൾ പറയാം. അപ്പോൾ ഒരാൾ കിഴക്കോട്ട് തലവെച്ചിട്ടാണ് കിടക്കുന്നത് എന്ന് വിചാരിക്കുക. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കിഴക്കോട്ടാണ് തലവെക്കുന്നത്. അപ്പോൾ അവരെ വലതുവശം ചെരിഞ്ഞിട്ട് എണീക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് നോക്കുക? വടക്കോട്ട് നോക്കിയിട്ടായിരിക്കും എണീക്കുക. അതായത് കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്ന ഒരാൾ വലതുവശം തിരിഞ്ഞ് എണീക്കുമ്പോൾ വടക്കോട്ടായിരിക്കും ദൃഷ്ടി ഉണ്ടാകുക. ഇതേപോലെ തന്നെ തെക്കോട്ട് തലവെച്ചിട്ട് കിടക്കുന്ന ഒരാൾ വലതുവശം ചെരിഞ്ഞിട്ട് എണീക്കുകയാണെങ്കിൽ കിഴക്കോട്ടേക്കായിരിക്കും ദൃഷ്ടി ഉണ്ടായിരിക്കുക. കിഴക്കോട്ട് നോക്കിയിട്ടാണ് എണീക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടക്കണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എണീക്കുന്ന സമയത്ത് ഒന്നുകിൽ കിഴക്കോട്ട് നോക്കണം അല്ലെങ്കിൽ വടക്കോട്ട് നോക്കണം എന്നാണ് പറയുക. അതാണ് ഐശ്വര്യം. പിന്നെ ഇത് നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത്, വിളക്ക് കൊളുത്തുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ കിഴക്കോട്ട് നോക്കി നിന്നിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട്, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കി നിന്നിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട്. കണി ഒരുക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഴക്ക് അല്ലെങ്കിൽ വടക്കോട്ട് അഭിമുഖമായിട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട് എന്നുള്ളത്. അതിനനുസരിച്ച് വേണം ഭഗവാനെ വെക്കാനായിട്ട്. കാരണം ഈ രണ്ട് ദിക്കിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടായിരിക്കുക. അങ്ങനെ വേണമെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് വലതുവശം ചെരിഞ്ഞിട്ട് എണീക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. പിന്നെ ഇതിന് പുറകിൽ വേറൊരു ശാസ്ത്രീയ വശം കൂടെ വരുന്നുണ്ട്. അതായത് നമ്മൾ മനുഷ്യരുടെ ഹൃദയം ഉണ്ടല്ലോ, അത് ഒരു ഇടത്തോട്ടേക്ക് അല്പം ചെരിഞ്ഞിട്ടാണ്, അല്പം നീങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇടതുവശം ചെരിഞ്ഞിട്ടാണ് നമ്മൾ എണീക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയാണ്, നമ്മുടെ ശരീരത്തിൽ ചലനമൊന്നുമില്ലാതെ കിടക്കുന്ന സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് നമ്മൾ ചെരിഞ്ഞെണീക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ ഭാഗത്താകുമ്പോൾ ഒരു ബ്ലഡ് ഫ്ലോ അത് അധികമാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എപ്പോഴും സന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുമ്പോൾ നമ്മുടെ ശരീരം അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതായത് ആ ഒരു ഇളക്കത്തിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതൊന്നും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്നാണ് പറയുക. അതായത് അപകടങ്ങൾ ഉണ്ടാക്കും, ശരീരത്തിന് ആ പ്രവർത്തനങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കുന്നൊക്കെയാണ് പറയുക. അപ്പം അതുകൊണ്ട് തന്നെ വലതുവശം ചേർന്നിട്ടാണ് എണീക്കുന്നതെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ വല്ലാതെ നമ്മളെ ബാധിക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അത് ഈ ഹൃദയത്തിൻ്റെ സ്ഥാനം അത് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു കാരണമായിട്ട് പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വലതുവശം ചെരിഞ്ഞിട്ട് എണീക്കണം എന്ന് പറയാറുള്ളത്. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, എണീറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മളിപ്പോൾ കിടക്കയിലാണെങ്കിൽ കിടക്കയിലെ കട്ടിന് മുകളിലാണെങ്കിൽ കട്ടിലെ അല്ലെങ്കിൽ നിലത്താണെങ്കിലും കുറച്ച് നേരം അവിടെ തന്നെ ഇരിക്കണം. ഇരുന്നിട്ട് നാമം ജപിക്കണം എന്ന് പറയുന്നത് ഒരു 5 നിമിഷമെങ്കിലും നാമം ജപിക്കണം എന്ന് പറയും.
അത് നാമം ജപിച്ചിട്ട് ആദ്യം ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഭഗവാനെ വിളിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യം. നമ്മൾ കണി കാണേണ്ട കാര്യം, അതായത് കരാഗ്രേ വസതി ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. അങ്ങനെ നമ്മുടെ ഈ കൈകൾ കണി കണ്ടിട്ട് വേണം നമ്മൾ ഉണരാനായിട്ട്, അല്ലെങ്കിൽ എണീറ്റിരുന്നിട്ട് വേണം കൈകളിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അത് ഭഗവാനെ കണി കാണുന്നത് പോലെ, അല്ലെങ്കിൽ ദേവിയെ കണി കാണുന്നത് പോലെ. അപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു ദിവസം നന്നാവും എന്നാണ് പറയുക. ഇതോടൊപ്പം തന്നെ നമ്മളങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കണം. അത് ഇതുമല്ലെങ്കിൽ നാമം ജപിച്ചുകൊണ്ട് ഇരിക്കണം, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുക. അത് ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മുടെ ശരീരം ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതായത് അനക്കമില്ലാതെ അതായത് അധികം നമ്മൾ പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു ചലനത്തെ ഓവർകം ചെയ്യാനായിട്ട് ശരീരം ശ്രമിക്കും. അപ്പോൾ അത് നമ്മുടെ ആന്തരിക അവയവം, പ്രത്യേകിച്ച് ഹൃദയത്തിന് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഉണർന്ന ഉടനെ ചാടി എണീറ്റിട്ട് നടന്നു പോകരുത്. ഒരു 3 മിനിറ്റ്, ആ 3 മിനിറ്റ് വളരെ പ്രത്യേകത, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. ആ 3 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് വേണം നമ്മളൊന്ന് സെറ്റായിട്ട് എണീറ്റ് പോകാനായിട്ടെന്ന് പറയും. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് നാമം ജപിക്കുക. അതാണ് കുറച്ച് നേരം എണീറ്റിരുന്നിട്ട് നാമം ജപിക്കൂ എന്ന് പറയണത്. അതിന് ശാസ്ത്രീയപരമായിട്ടൊരു അടിത്തറ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയണത് കേട്ടോ. ആ ടൈം, അതായത് കുറച്ച് സമയം നമ്മൾ ശരീരത്തിനൊന്ന് കൊടുക്കുക. നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ, കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് എണീറ്റിക്കുന്ന അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയാനായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകും. ഇപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ബോൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യുമല്ലോ. ക്യാച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുകയല്ല ചെയ്യുക, ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ സൈഡിലോട്ട് കൂടെ കൊണ്ടുവന്നിട്ടാണ് പിടിക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബോൾ നല്ല സ്പീഡിലായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിന് നല്ലൊരു ആഘാതം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവ് ഈ ബോളിനുണ്ട്. അത് ഡയറക്റ്റ് പിടിക്കുകയാണെങ്കിൽ നല്ല വേദന ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് പതുക്കിയിൽ ഇങ്ങനെ പുറകിലോട്ടായിട്ട് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് അത് ടച്ച് ചെയ്ത് വരികയാണെങ്കിൽ ആ ആഘാതം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ടൈം ഓഫ് കോണ്ടാക്റ്റ് കൂട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് പെട്ടെന്ന് എണീറ്റിരിക്കുമ്പോൾ ഹൃദയത്തിലെ ഒരു ആഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് തന്നെയാണ് ഇടതുവശം ചെരിഞ്ഞെണീക്കുമ്പോഴും ഉള്ള ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് വലതുവശം ചെരിഞ്ഞിട്ട് എണീക്കാം. അതോടൊപ്പം തന്നെ എണീറ്റിരുന്നതിന് ശേഷം കുറച്ച് നേരം നാമം ജപിക്കാം. നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, നമ്മുടെ മനസ്സിനും നല്ലതാണ്, ഒപ്പം നമ്മുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും ഒരു ഉണർവ് നൽകുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കുമോ എന്നുള്ളത് നോക്കാട്ടോ. അതേത് തരത്തിലുള്ള തെറ്റായാലും ഒരാളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അറിയാത്ത കാര്യങ്ങൾ നമുക്കറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോയിട്ടുണ്ടായിരിക്കും, അതിനെക്കുറിച്ചല്ല കേട്ടോ പറയണത്. അത് ഭഗവാനെ ഏൽപ്പിക്കുക. അറിയാതെ ചെയ്തിട്ടുള്ള തെറ്റുകൾ പൊറുക്കണമേ ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക. അതല്ലാതെ അറിഞ്ഞുകൊണ്ട് പിന്നെയും ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകളുണ്ട്. മനഃപൂർവ്വം ഒരാളെ വേദനിപ്പിക്കുക, ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോൾ അവരെ ഏത് വിധേനയും ദ്രോഹിക്കുക എന്നുള്ള രീതിയിൽ നോട്ടം കൊണ്ട് പോലും തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. വാക്കുകൊണ്ട്, നാവ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദുഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക മോശം കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ടായിരിക്കും നാക്കുകൊണ്ടാണ്. അതല്ലാതെ ഉള്ള തെറ്റുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് ഏത് തെറ്റുകളാണെങ്കിലും അതെല്ലാം പാപത്തിൻ്റെ ഗണത്തിലാണ് പെടുക. ഇതിനൊക്കെ പാപത്തിനും ഫലം ലഭിക്കും. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, പുണ്യപ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുണ്യഫലം ലഭിക്കും. പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാലും പാപം ലഭിക്കും. അതായത് പാപങ്ങൾ മാത്രം ചെയ്യുന്നവർക്കുള്ളതാണ് നരകം, പാപവും അതേപോലെ തന്നെ പുണ്യവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നവർക്കുള്ളതാണ് ഭൂമി. പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗ്ഗലോകം. അപ്പോൾ ഈ പാപങ്ങൾ ചെയ്തവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുമോ എന്ന് അറിയണമെങ്കിൽ ഈ നരകവർണ്ണന, അതായത് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ 26-ാം അധ്യായത്തിലെ നരകവർണ്ണനയാണ് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു തവണ വായിക്കുകയാണെങ്കിൽ ഒരാളും ഒരു പാപവും ചെയ്യില്ല. അങ്ങനെയാണ് പറയേണ്ടത്. അതായത് ഓരോ തെറ്റുകൾക്കും, അതായത് പല വിധത്തിലുള്ള തെറ്റുകളുണ്ട്, അത് ഓരോന്നിനും എണ്ണിയിട്ട് അതിൻ്റെ ഫലം പറയുന്നുണ്ട്. അതിൻ്റെ എന്താണ് അവർക്കുള്ള ശിക്ഷ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അന്യൻ സിനിമ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. വിക്രമിൻ്റെ ഒരു തമിഴ് മൂവിയാണ്. അതിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഓരോ തരത്തിലെ തെറ്റുകൾ ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കുന്നത്. അതായത് തിളച്ചെണ്ണയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക വറുത്ത് കോരിയെടുക്കുക, കുംഭീഭാഗം എന്നൊക്കെയാണ് പറയുക. അട്ടയൊക്കെ വിട്ടിട്ട് അതിനെയൊക്കെ ആ രക്തം മൂറ്റി കുടിച്ചിട്ട് വധിക്കുന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള പല വിധത്തിലുള്ള ശിക്ഷാ രീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോരോ തെറ്റുകൾക്കും ഓരോരോ ശിക്ഷാരീതികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതല്ലേ, നമ്മൾ തെറ്റുകളൊന്നും ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഒരു അസ്ഥിപത്രവനം എന്ന് പേരുള്ള ഒരു ശിക്ഷാരീതിയുണ്ട്. അതായത്
തെറ്റായ അധർമ്മം പ്രവർത്തിക്കുന്നവർ, തെറ്റായ രീതികളിൽ ഭരണം നടത്തുന്നവർ, ഭരണാധികാരികൾ, അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യില്ലേ, അവർക്കുള്ളതാണ് അസിപത്രവനം എന്ന് പറയും. അതായത് ഒരു വലിയ ഒരു കാട് തന്നെയാണ്, നിറയെ മുൾച്ചെടികളാണ്. ഈ കറ്റാർവാഴ പോലെയുള്ള നല്ല കൂർത്തിട്ട് അരികിലൊക്കെ ഇങ്ങനെ മുള്ളു പോലെയുള്ള ചെടികളൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ നിസ്സാര മുള്ളൊന്നുമല്ല കേട്ടോ, ഇരുതല മൂർച്ചയുള്ള വാൾ എന്ന് പറയില്ലേ, അത്തരത്തിൽ മൂർച്ചയേറിയിട്ടുള്ള ഇലകളുള്ള ചെടികൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വനം, ഒരു വലിയൊരു പാടം പോലെ ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ്. അതിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും എന്നാണ് പറയണത്. അത്രയും ദൂരം ഉണ്ടായിരിക്കും, ഓടിയെത്തില്ല, അത് നല്ല വേഗത്തിൽ ഓടി തന്നെ വേണം. അപ്പം ആലോചിച്ച് നോക്കൂ, നിറയെ മുറിവുകളാണ് ശരീരത്തിൽ ഉണ്ടാകുക, മുറിഞ്ഞ ഭാഗം തന്നെ പിന്നെയും മുറിഞ്ഞുകൊണ്ടിരിക്കും. എന്തൊരു ദുരവസ്ഥയാന്ന് നോക്കൂ. അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നിയമഭടന്മാർ വന്നിട്ട് കുന്തം കൊണ്ട് കുത്തും, സമ്മതിക്കില്ല നിർക്കാനായിട്ട്. അത്രയേറെ നമ്മുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷാരീതിയാണ് ഈ അസിപത്രവനം എന്ന് പറയുന്നത്. പിന്നെ ആദ്യം പറഞ്ഞ കുംഭീഭാഗം, അത് വലിയൊരു ഭരണി പോലെയുള്ള ഒരു പാത്രത്തിൽ നിറയെ എണ്ണയെടുത്തിട്ട് അടിയിലിങ്ങനെ തീയിടും. അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞിട്ടാവും നിൽക്കുക. അതിൽ ഈ തെറ്റ് ചെയ്തവർ അവരെ എടുത്തിട്ട് അതിൽ ഇടും, നന്നായിട്ട് വറുത്ത് കോരി എടുക്കും. പിന്നെ ആ പുറത്തേക്ക് എടുത്തിട്ട് പിന്നെയും വെള്ളം ഒഴിച്ചിട്ട് ആ ജലാംശം ഉണ്ടാക്കിയിട്ട് പിന്നെ രണ്ടാമത് ഇടും. അങ്ങനെ ആ തീയിൽ സാധാരണ ഒരു ചെറിയൊരു പൊള്ളൽ നമ്മുടെ ശരീരത്തിലേക്കുമ്പോൾ എത്രത്തോളം വേദന ഉണ്ടെന്ന് നോക്കുക, എത്ര ദിവസം അതിൻ്റെ വേദന ഉണ്ടാകും. കൂടുതൽ അമ്മമാർക്കൊക്കെയാണ് തിളച്ചെണ്ണയിൽ നിന്നൊക്കെ അറിയാതെ ഈ പപ്പടമൊക്കെ വറക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പൊള്ളലൊക്കെ വരിക. അപ്പോൾ ആ ചെറിയ പൊള്ളലിൽ തന്നെ എത്രയേറെ ആഘാതം നമുക്കുണ്ടാക്കും. അപ്പോൾ അങ്ങനെ തിളച്ചെണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതിനിടെ നരകയാതന എന്ന് തന്നെ പറയാറില്ലേ, അപ്പം അങ്ങനെയുണ്ട്. അതിങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യുന്നവർക്കുള്ള ശിക്ഷാരീതികളാണ്. പിന്നെയും ധാരാളം ശിക്ഷാരീതികളുണ്ട്, ഒരു 28 പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ അതായത് സബ് ഡിവിഷൻസ് ആയിട്ട് പിന്നെയും പറയുന്നുണ്ട്. തമിശ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിക്ഷാരീതി ഉണ്ട്. അതായത് അന്യരുടെ ധനം, അതായത് അന്യൻ്റെ ഭാര്യ, അങ്ങനെയുള്ളവരെയൊക്കെ കൈക്കലാക്കാനായിട്ട്, ഇത് അനധികൃതമായിട്ട് സ്വന്തമാക്കാനൊക്കെ ആയിട്ടും ശ്രമിക്കുന്നവരും അവർക്കുള്ള ശിക്ഷാരീതികൾ കയറ് കൊണ്ട് കെട്ടിയിട്ട് മർദ്ദിക്കും, ഭക്ഷണം വെള്ളം ഒന്നും കൊടുക്കാതെ. അതേപോലെ തന്നെ വൈതരണി, സ്ത്രീകളോടുള്ള കുറ്റകൃത്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലോ, ക്രൂരത, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാലിന്യം നിറഞ്ഞ, മാലിന്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വേസ്റ്റ് അല്ല, എല്ലാ തരത്തിലുമുള്ള മനുഷ്യർക്ക് അറുപ്പും വെറുപ്പും ഒക്കെ നൽകുന്ന എന്തൊക്കെ തരം മാലിന്യങ്ങളുണ്ടോ അതൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പുഴ ഉണ്ടായിരിക്കും, മാലിന്യപ്പുഴ, അതിലിട്ടിട്ട് കുളിപ്പിച്ചെടുക്കും. ഇത് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചൂർണി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു രീതിയുണ്ട്. അതിപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആരാണെങ്കിലും, ഇപ്പോൾ സ്ത്രീകളാണ് കുറ്റം ചെയ്തെങ്കിൽ ഒരു സ്ത്രീയുടെ അതേ വലിപ്പത്തിലും ഭാരത്തിലും തൂക്കത്തിലും ഒക്കെയുള്ള ഒരു പ്രതിമ ഉണ്ടാക്കും. പുരുഷന്മാർക്കും അങ്ങനെ തന്നെ ഉണ്ടാക്കും. എന്നിട്ട് അത് തീയിലിട്ടിട്ട് ചുട്ട് പഴുപ്പിക്കും. എന്നിട്ട് അതിനെ ആലിംഗനം ചെയ്യിപ്പിക്കും. അത് സ്ത്രീ ആണെങ്കിൽ പുരുഷന്റെ പ്രതിമയെ ആലിംഗനം ചെയ്യണം, നേരെ തിരിച്ചും ആലിംഗനം ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ ഒരു കനൽ തൊടുമ്പോൾ എത്രത്തോളം പൊള്ളും നമ്മുടെ ദേഹത്ത്, അപ്പോൾ ഇങ്ങനെ തൊടുമ്പോൾ എത്രത്തോളം പൊള്ളലേൽക്കും. അത്തരത്തിലുള്ള ശിക്ഷാ രീതികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ രൗരവം, മഹാരൗരവം എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഉണ്ട്. രൗരവനത്തേക്കാൾ കഠിനമേറിയതാണ് മഹാരൗരവം എന്ന് പറയാം. അതായത് ഇപ്പോൾ ജന്തുക്കളോടുള്ള, ജീവജന്തുക്കളോടുള്ള ക്രൂരതകൾ, അവരിങ്ങനെ അനാവശ്യമായിട്ട് വെറുതെ പൂച്ചേനൊക്കെ എടുത്ത് കല്ലെറിയുമ്പോൾ ഈ പൂച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതിന് വേദനിക്കും, അതിൻ്റെ ദേഹത്തൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ. എറിയുന്നവർക്ക് അതൊരു രസമായിട്ട് തോന്നുമെങ്കിലും അത് കൊള്ളുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ശിക്ഷാരീതികളുണ്ട്. മഹാരൗരവം എന്നൊക്കെ പറയുമ്പോൾ കൊല്ലുന്നവർക്ക്, മനുഷ്യരെ മൃഗങ്ങളെയൊക്കെ പീഡിപ്പിച്ച് കൊല്ലുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കുള്ള ശിക്ഷ അത് കുറച്ചും കൂടെ കഠിനമാണ്, രൗരവത്തേക്കാൾ കുറച്ച് കഠിനമാണ്. അതായത് ക്രൂരമായിട്ടുള്ള സർപ്പങ്ങളെ കൊണ്ട് കൊത്തി വലിച്ച് അങ്ങനെ ശിക്ഷകൾ ലഭിക്കും. അതായത് ആരെയൊക്കെയാണോ നമ്മൾ ഉപദ്രവിച്ചത് അവരൊക്കെ ഈ ഉരുക്കൾ, അങ്ങനെ നാഗങ്ങൾ, അങ്ങനെയാണ് പറയുക, അങ്ങനെ ആയിട്ട് ആ രൂപത്തിൽ വന്നിട്ട് നമ്മളെ ഉപദ്രവിച്ചവരൊക്കെ തിരിച്ചു ഉപദ്രവിക്കും. അങ്ങനെയുള്ള അവസ്ഥ. അങ്ങനെ നിരവധി അനവധി തെറ്റുകൾ ചെയ്യുന്നവർ, പലതരത്തിലുള്ള തെറ്റുകൾ എണ്ണി പറയുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ട് ശിക്ഷാ രീതികളുണ്ട്. അപ്പം എന്താണ് ചെയ്യേണ്ടത്? എല്ലാ പാപത്തിനും ശിക്ഷകൾ, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. അതിപ്പോൾ അടുത്ത നിമിഷമാവില്ല ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക, കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ ഈ സമയമെടുക്കും എന്നുള്ള ആ ഒരു സമയത്ത് അത് ഭഗവാൻ നമുക്ക് നൽകുന്ന കുറച്ച് സമയമാണ്, ഒരു ഫ്രീ ടൈമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സ്വയം നന്നാവാനായിട്ട്. ഇപ്പോൾ തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം എന്ന് പറയണത്, അതിൻ്റെ പരിഹാരം എന്ന് പറയണത് എന്താ പറയുക, പശ്ചാത്താപമാണ്.
അതായത് നമ്മൾ തെറ്റ് ചെയ്തു ഭഗവാനെ ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രായശ്ചിത്തം വേണം ചെയ്യാനായിട്ട്. പ്രായശ്ചിത്തം കഴിഞ്ഞിട്ട് പിന്നെ നാമജപം. കാരണം ഈ നരകവർണ്ണനയൊക്കെ കേട്ടപ്പോഴേ പരീക്ഷിത് മഹാരാജന് ശ്രീശുക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് പറയുമ്പോൾ പരീക്ഷിത് രാജനൊക്കെ പേടിയായി കേട്ടപ്പോൾ. അപ്പം ഇനി എന്താണ് ഈ പാപങ്ങളൊക്കെ തീരാനായിട്ടുള്ള ഒരു പരിഹാരം ചോദിച്ചപ്പോഴാണ് പിന്നെ അജാമിളോപാഖ്യാനമൊക്കെ പറഞ്ഞു കൊടുക്കുക. അതായത് നാമജപത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നാമജപമാണ് എല്ലാത്തിനും ഉത്തമമായിട്ടുള്ളത്. പക്ഷേ പശ്ചാത്താപം ഉണ്ടായിട്ടുള്ള നാമജപത്തിനെ ഫലം ലഭിക്കുള്ളൂ. തെറ്റ് ഭഗവാന്റെ അടുത്ത് ഏറ്റു പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നാമം ജപിക്കാനായിട്ട്. അല്ലെങ്കിൽ ആനയെ കുളിപ്പിക്കുന്ന പോലെയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആനയെ ആ ദേഹത്ത് കുറച്ചൊരിച്ച് വൃത്തിയാക്കിയിട്ട് ആനയെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തുക. പറമ്പിൽ വന്ന് കെട്ടേണ്ട താമസം മണ്ണ് വാരിയിട്ട് ദേഹത്തിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് പാപങ്ങൾ പിന്നെയും പിന്നെയും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പശ്ചാത്താപം വേണം. ഒപ്പം തന്നെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. അപ്പോൾ നന്നായിട്ട് നാമം ജപിച്ചോളൂ. ഇന്നലത്തെ നാമജപം കൂടെ പറയാം. ഇന്നലെ 1,54,614 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ അലങ്കാരവും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.